ഏറ്റവും നല്ല ഭാര്യയും ഭർത്താവും ആരെന്നറിയുമോ സ്വഹാബ? പടച്ചവനെ, പാതിരാത്രിയിൽ കിടന്നിറങ്ങാൻ വരുന്ന സമയമുണ്ടല്ലോ, പടച്ച റബ്ബേ, കട്ടിലേക്കൊന്ന് കിടന്നിരിക്കുമ്പോൾ ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടും നിങ്ങൾ പൊരുത്തപ്പെടുമോ മോളെ, നീ പൊരുത്തപ്പെടുമോ എന്ന് ചോദിച്ചുകൊണ്ട് കിടന്നുറങ്ങുന്നവരാ ഏറ്റവും നല്ല ഭാര്യയും ഭർത്താവുമെന്ന് സയ്യിദുനാ അലിയൻ കറമഹുല്ലാഹ്. പരസ്പരം പൊരുത്തം ചോദിച്ച്, ഞാൻ നിന്നെ വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ എനിക്ക് പൊരുത്തം തരണം. രണ്ടുപേരും ഇല്ലേ? എന്തിനാണിത് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് ഇന്നതാ ഈ കൂട്ടത്തിലിരുന്ന അലിയാർ തങ്ങളുടെ കൂട്ടത്തിലിരുന്ന ഒരു സ്വഹാബി അവിടെ നിന്ന് വീട്ടിലേക്ക് ചെല്ലുകയാ. ഉമ്മയോട് പറഞ്ഞു, ഉമ്മ ഇന്നത്തെ ക്ലാസ് ഇന്നതായിരുന്നു ഉമ്മ. പരസ്പരം പൊരുത്തപ്പെടുവിക്കാൻ, പരസ്പരം പൊരുത്തം ചോദിക്കാൻ അവിടെ നിന്ന് പറഞ്ഞു ഉമ്മ. പക്ഷേ ഉമ്മ പറഞ്ഞു, മോനെ, നിന്റെ ബാപ്പയും ഖബറിന്റെ അകത്തട്ടിലാണ്, ഞാൻ എങ്ങനെ പൊരുത്തം ചോദിക്കാനാ? ഉടൻ തന്നെ സങ്കടപ്പെട്ടുകൊണ്ട് മകൻ അവിടെ നിന്ന് ഓടി വരികയാണ്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിലേക്കൊന്ന് കടന്നു വന്നു. കടന്നു വന്നിട്ട് പറയുന്നു, അലിയേ, എന്റെ ഉമ്മ പറയുന്ന ഭർത്താവ്, അതായത് എന്റെ വാപ്പച്ച് മരിച്ച് ഖബറിലാ, പിന്നെങ്ങനാണ് പാതിരാത്രിയിൽ കിടന്നുറങ്ങുന്നതിന് മുമ്പ് അവരോട് പൊരുത്തം ചോദിക്കുന്നത്? എങ്ങനാണ് അലിയേ? അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുകയാണ്, ആ വിട പറഞ്ഞു പോയ ഭർത്താവിന് വേണ്ടിയിട്ട് ഖുർആൻ ഓതിയിട്ട് അവിടുന്ന് ഹദിയ ചെയ്ത അവർക്ക് വേണ്ടിയിട്ട് പൊറുക്കൽ ചോദിച്ചാൽ പടച്ചവനത് ഭർത്താവിന്റെ പൊരുത്തം കിട്ടുന്നതിന് തുല്യമാണ്, അത് ഭാര്യന്റെ പൊരുത്തം കിട്ടുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് നല്ലതുപോലെ ജീവിതം കൊണ്ടുപോകുമോ? എന്നാ നിങ്ങൾ വിജയിച്ചു സഹാബ. കാരണം എന്തെന്നറിയുമോ? പാതിരാത്രിയിലെ വഴക്കിട്ടുകൊണ്ട് രണ്ടുപേരും തമ്മിൽ കിടന്നിറങ്ങുകയാണ്. നാളെ നേരം വെളുക്കുമ്പോ നിന്റെ ഭർത്താവ് സംസാരിക്കുമോ? നിന്റെ ഭാര്യ സംസാരിക്കുമോ? അല്ലാഹുവേ, ആ പെണ്ണ് വിട പറഞ്ഞു പോയാ, ഭാര്യ വിട പറഞ്ഞു പോയാൽ മിണ്ടാതെയാണ് കിടന്നുറങ്ങിയത്. എത്ര ദിവസങ്ങൾ കഴിഞ്ഞാലും ആ സങ്കടം മാറുമോ? എത്ര രാവുകൾ കഴിഞ്ഞാലും ആ സങ്കടം മാറുമോ? എത്ര മണിക്കൂറുകളും മിനിറ്റുകളും കടന്നു പോയാലും ആ സങ്കടങ്ങൾ മാറുമോ? ഇല്ല. അതുകൊണ്ടാണ് അലിയാർ തങ്ങൾ പറഞ്ഞത്, സഹാബാ, നിങ്ങളാ അല്ലാ, നിങ്ങൾ നിങ്ങളുടെ പെണ്ണിനെ, നിങ്ങളുടെ ഭാര്യയെ പറ്റി മറ്റൊരാളോട് അപവാദം പറയല്ലേ സഹാബാ. ഇന്നെത്രയോ ചെറുപ്പക്കാരുണ്ട്, തന്റെ കൂട്ടുകാര് അവനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരാണെന്ന് പറഞ്ഞ് തന്റെ ഭാര്യയുടെ രഹസ്യങ്ങൾ മുഴുവനും തന്റെ കൂട്ടുകാരോട് പറഞ്ഞു കൊടുക്കുന്ന ചെറുപ്പക്കാരാ. നിന്നെ പോലെ നാണം കെട്ടവനാരാ ഉള്ളത്? നിന്നെ പോലെ തന്റെ ഇടമില്ലാത്തവനാരാ ഉള്ളത്? നീയും നിന്റെ ഭാര്യയും തമ്മിൽ നീയും നിന്റെ ഭാര്യയും തമ്മിൽ വർത്തമാനം പറയുന്നത്, നിന്റെ ഭാര്യയും നീയും തമ്മിൽ സംസാരിക്കുന്നത്, അത് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കരുത്. അവർക്ക് വല്ല കുറവുകളുണ്ടെങ്കിൽ, അവർക്ക് എന്തെങ്കിലും ന്യൂനതകൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവൾ ചെയ്യുന്ന ജോലിയുണ്ടല്ലോ, ആ ജോലി അല്ലാഹുവേ, അവരെത്രയോ ജോലികളാണ് ഒരേ നേരത്തെ അവർ ചെയ്തുകൊണ്ട് കടന്നു പോകുന്നത്. അങ്ങനെ ഉള്ള ജോലികൾ ചെയ്യുമ്പോ ആണത്തമുള്ള ഭർത്താവ് ഒരിക്കലും മറ്റൊരാളുടെ മുമ്പിൽ വെച്ച് ഇത് കൊള്ളൂല്ല, ഇത് ശരിയല്ല, നിനക്കിതറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭാര്യമാരെ കുറ്റപ്പെടുത്തുകയില്ലെന്ന് സയ്യിദുനാ അലിയൻ കറമഹുല്ലാഹ്. ആണത്തമുള്ളവരങ്ങനെയാണ്. എന്തെങ്കിലും ഒന്നുണ്ടായാൽ അവിടെ നിന്ന് പരാതി പറഞ്ഞിട്ട് സങ്കടപ്പെടുത്തൂല, വിഷമിക്കൂല, ബുദ്ധിമുട്ടുണ്ടാക്കൂല. ഇല്ലേ? പലരും അങ്ങനെ പറഞ്ഞുകൊണ്ട് കടന്നു പോകുന്നവരാണ്. ജീവിതത്തിൽ അങ്ങനെ ഒരുപാട് സങ്കടം സഹിക്കുന്ന ഒരുപാട് ഭാര്യമാരുണ്ട്. ഇല്ലേ? എങ്ങനെ ഭർത്താവ് എപ്പം നോക്കിയാലും അവരെ പറ്റി സംശയത്തിലാണ്. ജീവിതത്തിന്റെ സിംഹഭാഗവും നഷ്ടപ്പെട്ടു പോകുന്നത് അവിടെയാണ്. പരസ്പരം അവിടുന്ന് സംശയരോഗമെന്ന് കടന്നു വന്നാൽ പിന്നീട് അവിടുന്ന് ഭാര്യയ്ക്കില്ലാത്ത കുറ്റമുണ്ടാകൂല, കുറവുണ്ടാകൂല. തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ അവിടുന്ന് സംശയം കടന്നു വരികയാണ്. അങ്ങനെ കടന്നു വന്നാൽ ആ ജീവിതത്തിന് എന്തർത്ഥമാവുള്ളത്? ആ ജീവിതത്തിന് എന്ത് മാറ്റമാവുള്ളത്? മരിക്കുന്നത് വരെ രണ്ടാളും തമ്മിൽ കീരിയും പാമ്പുമായിരിക്കും.
ഒന്നും എടുക്കാൻ കഴിയില്ല, ഒന്ന് പുറത്തിറങ്ങാൻ കഴിയില്ല, ഒന്ന് മിണ്ടുവാൻ കഴിയില്ല. എത്രയോ സഹോദരിമാര് തന്റെ ഭർത്താവ് വീട്ടിലേക്ക് വരല്ലേ എന്ന് പറഞ്ഞു ദ്വാരക്കുന്നുണ്ട്. കാരണം എന്തെന്നറിയുമോ? ആ ഒരു സമയമാണ് അവർക്ക് സമാധാനം കിട്ടുന്നത്, അവർക്കൊന്നിരിക്കാൻ പറ്റുന്നത്. പിന്നെ കിടന്നിട്ട് ഭർത്താവിന്റെ കണ്ണിൽ ഉറക്കം പിടിക്കുന്ന സമയം വരെ അവരെ ചീത്ത വിളിക്കുന്നവരാണ്, അവരെ കുറ്റപ്പെടുത്തുന്നവരാണ്, അവരെ ആക്ഷേപിക്കുന്നവരാണ്. അങ്ങനെ വന്നു പോയാൽ പിന്നെ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ ഭാഗത്തൊന്നുള്ള ഒരു സംരക്ഷണവും കിട്ടുകയില്ല. അവിടെ അലിയാർ തങ്ങൾ സ്വഹാബത്തിനോട് പറയുകയാണ്, സ്വഹാബാ, 3 കാര്യങ്ങൾ നിങ്ങളുടെ ഭാര്യമാരിൽ നിങ്ങൾ തൃപ്തിപ്പെടണേ സ്വഹാബാ. 3 കാര്യം. ഭാര്യമാര് അധികം ഉമ്മമാരത് കേൾക്കുക, ഭർത്താക്കന്മാര് വരുമ്പോ അങ്ങോട്ട് കേൾപ്പിച്ചു കൊടുക്കും. 3 കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സൂക്ഷിക്കണം ഭാര്യമാരിൽ തൊട്ട്. ആ കാര്യം നിങ്ങൾ സൂക്ഷിച്ചുകൊണ്ട് കടന്നു വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിജയിച്ചു, ഇല്ലെങ്കിൽ നിങ്ങൾ പരാജയപ്പെട്ടു. ഏതാണ്? സ്വഹാബത്ത് മുഴുവൻ അത്ഭുതകരമായി നോക്കിയിരിക്കുകയാണ്. പടച്ച റബ്ബേ, എന്താണ് പറയാൻ പോകുന്നത് എന്നറിയില്ലല്ലോ. വേദനയോടെ, സങ്കടത്തോടെ, ദുഃഖത്തോടെ കാത്തിരിക്കുകയാണ്. എന്തേ പടച്ച റബ്ബേ നടക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് കാതോർത്തുകൊണ്ട് കാത്തിരിക്കും വലിയാർ തങ്ങൾ പറഞ്ഞു, അതിൽപ്പെട്ട 1ാമത്തെ കാര്യം ഏതെന്നറിയുമോ? നിന്റെ ഭാര്യ നിനക്ക് എന്ത് ചെയ്തു തന്നാലും പടച്ച റബ്ബേ അതെത്ര പോരായ്മയുണ്ടെങ്കിലും നീ അതിനെ പൊരുത്തപ്പെട്ടു കൊടുത്ത് നല്ല വർത്തമാനം പറയാ. നീ കടന്നു വന്നാൽ അൽഹംദുലില്ലാഹ് നീയാണ് ഏറ്റവും നല്ലവനെന്ന് അലിയൻ കറമഹുല്ലാഹ് ഇന്നതാ പരസ്യമായിട്ടാണ് ഭാര്യയോട് പറയുന്നത്. നീ ഇന്ന് ചോറുണ്ടാക്കിയത് ശരിയായില്ല, കറി വെച്ചത് ശരിയായില്ല, നിനക്ക് അറിയില്ല, നിനക്കതിനെ പറ്റി അറിയില്ല, നീ മന്ദബുദ്ധിയാണ്, നിനക്ക് തീരെ വിവരമില്ലാത്തവളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ട് ആളുകളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് നിങ്ങളുടെ ഭാര്യമാരെ ഒരിക്കലും നിങ്ങൾ കളിയാക്കല്ല. അലിയാർ തങ്ങൾ പറഞ്ഞ ഈ വാക്ക് നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് കൊണ്ടുവരുമോ? മോനെ, നിങ്ങളുടെ ഭാര്യമാര് എന്തെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാക്കി തന്നാൽ അല്ലാഹുവേ, ആളുകളുടെ മുമ്പിൽ വെച്ച് നിങ്ങളവരെ കുറ്റപ്പെടുത്തരുത്, നിങ്ങളവരെ കളിയാക്കരുത്. ആ സമയത്ത് ആ പെണ്ണിന്റെ മനസ്സിലുണ്ടാകുന്ന വേദന ആ പെണ്ണിനല്ലാതെ മറ്റാർക്കും അറിയില്ല. നിന്റെ ആക്ഷോഭമല്ല, നിന്റെ ആരോപണം കേട്ടിട്ട് പോലും വീണ്ടും അവിടെ നിന്ന് നല്ലതുപോലെ ഭക്ഷണം ഉണ്ടാക്കി തരുന്ന നിന്റെ പെണ്ണിനെ നീ കളിയാക്കല്ല. ആളുകളുടെ മുമ്പിൽ വെച്ചാണെങ്കിൽ നീ അവളോട് പറയണം, മോളെ, നീ ഉണ്ടാക്കിയ ഈ ഭക്ഷണമുണ്ടല്ലോ എന്ത് രുചിയാണ്, നീ ഉണ്ടാക്കിയ ഭക്ഷണം നല്ല രുചിയുണ്ട്. അങ്ങനൊന്ന് പറഞ്ഞു നോക്ക്. പിറ്റേ ദിവസം അൽഹംദുലില്ലാഹ് അതിനേക്കാൾ നല്ല ഭംഗിയുള്ള ഭക്ഷണം കിട്ടും. ഇല്ലെങ്കിൽ പറയും, ഞാൻ ഇനിയിപ്പോ എന്തുണ്ടാക്കിയാലും കുറ്റമല്ലേ, നിങ്ങൾ ഈ ഉള്ള ചമ്മന്തി ചോറും കഴിച്ചാൽ മതി എന്ന് പറയില്ലേ? നമ്മൾ നല്ലത് പറയുമ്പോ നല്ല കറിയും ചോറും കിട്ടും, ഇല്ലേ? നമ്മൾ പറയാണ് വീട്ടിന്റെ ഉള്ളിലേക്ക് പോകുമ്പോ അൽഹംദുലില്ലാഹ് വസ്ത്രമൊക്കെ നല്ല ഉഷാറായി, നല്ല വെളുത്തിട്ടുണ്ട്, നല്ല കഴുകിയിട്ടുണ്ട്, മാഷാ അല്ലാഹ് എന്ന് പറഞ്ഞാൽ അടുത്ത ദിവസം നല്ല അടിപൊളിയായിട്ട് നിങ്ങൾ കൊണ്ടിട്ടാ മതി, എടുത്ത് കഴുകി നല്ല സുന്ദരമാക്കി അവിടെ ഇടും. അതേസമയം നമ്മൾ പറയാൻ, നിനക്ക് തീരെ ബോധമില്ല, നീ അത് ചെയ്തിട്ടില്ല, നിനക്ക് അതിനെപ്പറ്റി ഒന്നും അറിയില്ല, തൊട്ടുകൊണ്ട, പിന്നെ അവർ തീരെ മൈൻഡും ചെയ്യില്ല. അല്ലേ? അല്ലാഹുവേ, നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് ദുആരക്കണം. നിനക്ക് വേണ്ടി അതെല്ലാം ചെയ്തു തരുന്ന, നിനക്ക് ഭക്ഷണം തരുന്ന, ഇന്നലെ വരെ നീ അവരെ ചീത്ത വിളിച്ചിട്ടുണ്ടാകും, നീ അവരെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടാകും, നീ അവരെ കളിയാക്കിയിട്ടുണ്ടാകും. എന്നാൽ ഇന്നത്തെ രാത്രി മുതൽ മനസ്സിൽ ഒരു നീയത്ത് വെക്കാൻ പറ്റുമോ? അല്ലാഹുവേ, എനിക്ക് രാപ്പകലില്ലാതെ എന്ത് വേണമെന്ന് പറഞ്ഞാലും എനിക്ക് പാചകം ചെയ്തു തരുന്ന എന്റെ പ്രിയപ്പെട്ടവളെ ഇന്ന് മുതൽ ഞാൻ കുറ്റപ്പെടുത്തൂല, അവളെ ഞാൻ ആക്ഷേപിക്കൂല അല്ലാ, അവളെ ചീത്ത വിളിക്കൂല അല്ലാ, അവളെ കളിയാക്കില്ല അല്ലാ. കാരണം അവൾ എനിക്ക് വേണ്ടി സഹിക്കുന്നത് ഒരുപാട് മണിക്കൂറുകളാണ് റബ്ബേ. അതുകൊണ്ട് അവൾക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. ഒരു ദുആ, അവൾക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ.
ഒന്നാമത്തെ കാര്യം അതാണ്. എന്തെങ്കിലും കുറ്റമോ കുറവോ നീ കണ്ടുപോയാൽ പരസ്യമായിട്ട് ആക്ഷേപിക്കരുത്, പരസ്യമായി കുറ്റപ്പെടുത്തരുത്. അവരോട് ചെന്നിട്ട് ചെവിയിൽ സ്നേഹത്തോടെ പറയാം, ചെറിയൊരിതുണ്ടായിരുന്നു, ഉപ്പുണ്ട്, എന്നാലും കുറച്ചും കൂടി ഇട്ടിരുന്നെങ്കിൽ അൽഹംദുലില്ലാ റാഹത്തായേനെ. ചില ആളുകൾ പറയുന്നിടത്താണ് പ്രശ്നം വരിക. നിനക്ക് ഉപ്പിടാനും അറിയില്ല, കറി ഉണ്ടാക്കാനും അറിയില്ല, ഒന്നും അറിയില്ല എന്ന് പറയുമ്പോൾ അവിടെ പ്രശ്നം. അതേസമയം ചെന്നിട്ട് കറിയൊക്കെ മാഷാ അല്ലാഹ് ഉഷാറായി, അല്പം കൂടി ഉപ്പ് ഇട്ടിരുന്നെങ്കിൽ റാഹത്തായേനെ. അപ്പൊ അത് അവർക്കൊരു വേദന വരില്ല. അവരിട്ടിട്ട് വീണ്ടും നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന കറിയും കൂടെ കൊണ്ടുപോയി ഉഷാറാക്കി മുന്നിൽ കൊണ്ടുവച്ചേരും. ഇന്നതില്ലാത്തത് കൊണ്ടാണ് പലയിടത്തും പ്രശ്നങ്ങൾ ഉണ്ടാവുക. രണ്ടാമത്തെ കാര്യം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല പറഞ്ഞു കൊടുക്കുകയാണ്. രണ്ടാമത്തെ കാര്യം അലിയാർ തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, സഹാബ, രണ്ടാമത്തെ കാര്യം ഏതെന്നറിയുമോ? നിങ്ങളുടെ ഭാര്യയെ പറ്റിയിട്ട് മറ്റുള്ളവരോട് നിങ്ങൾ അനാവശ്യം പറയല്ലേ സഹാബ. അപ്പോഴാണ് അവിടെ ഒരാള് പറഞ്ഞു, ഞങ്ങൾ പറയാറില്ല, ഞങ്ങൾ പുറത്തു പോയിട്ട് അങ്ങനെ പറയാറില്ല, ഞങ്ങൾ പറയുന്നെങ്കിൽ അവളെ സഹോദരിയോട്, അവൾ ആങ്ങളയോടാണ് പറയുന്നത്. ആ സമയത്താണ് അലിയാർ നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന അതും തെറ്റാണ്. അവൾ ആങ്ങളയാണെങ്കിലും ശരി തന്നെ, അവളെ പെങ്ങളാണെങ്കിലും ശരി തന്നെ, അവളെ സഹോദരിയാണെങ്കിലും ശരി തന്നെ, അല്ലാഹുവേ നിന്റെ പെണ്ണിന്റെ പരാതി മറ്റൊരാളോട് പറയല്ല. അതെങ്കാണം അവളെന്നറിഞ്ഞാൽ അവളെ മനസ്സിന് വേദനയാണ്. എന്നാലും എന്നെ പറ്റി ഇത്രയെല്ലാം ഭക്ഷണം വെച്ച് കൊടുത്തിട്ട്, വസ്ത്രമലക്കി കൊടുത്തിട്ട്, നല്ലതുപോലെ മുന്നോട്ട് കൊണ്ടുപോയിട്ട് എന്നെ പറ്റിയിട്ട് കുറ്റപ്പെടുത്തിയല്ലോ, എന്നെ ആക്ഷേപിച്ചല്ലോ, എന്നെ കളിയാക്കിയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് വേദനയോടെ നൊമ്പരത്തോടെ അവരുടെ മനസ്സൊന്ന് പിടഞ്ഞാൽ, ആ സമയത്തെങ്കാണം നിനക്കെതിരെ നിന്റെ ഭാര്യ വന്ന് ദുആരെന്നാൽ, യാ അല്ലാഹ്, നിന്റെ ഏത് മേഖലയിലാണ് നീ വിജയം കണ്ടെത്തുന്നത്, ആ മേഖലയങ്ങ് പരാജയത്തിലാണേ. എന്തിനാ നമ്മൾ പരാതി പറയാൻ പോവാ? ഭാര്യക്ക് എന്തെങ്കിലും കുറ്റമോ കുറവോ ഉണ്ടെങ്കിൽ അവരോട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ ചോദിച്ചു നോക്കാം, മനസ്സിലാക്കാം. അതേസമയം ഇറങ്ങിയിട്ട് പുറത്തുള്ളവരോടൊക്കെ ചെന്നുകൊണ്ട് അവരെ ആക്ഷേപിച്ച്, അവരെ കുറ്റപ്പെടുത്തി, അവരെ കളിയാക്കി, അവരെ നൊമ്പരപ്പെടുത്തി അങ്ങനെയാണ് കടന്നു വരുന്നതെങ്കിൽ വല്ലാഹ് നിനക്ക് രക്ഷയില്ല, നിനക്ക് രക്ഷയില്ല. ആരാ ഇത് പഠിപ്പിക്കുന്നത്? അഷ്റഫുൽ ഖൽഖ് നബിയുനാ വ ഹബീബനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുസ്തഫ നബി തങ്ങളുടെ മരുമകൻ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഇല്ലേ, മനതാരിൽ സ്നേഹവുമായി വന്നിടുന്ന മണിമുല്ല ഫാത്തിമ ബീവിയാം അലിയാരിൽ നിറമുല്ല, ജീവിത വഴിയിൽ സ്നേഹവുമേ സ്വാന്തനവാക്കിൻ പൊന്നഴകേ, അറിവ് നിറഞ്ഞൊരു പൂർണ്ണവുമേ ഫാത്തിമ ബീവിതൻ ചാരവുമേ, എന്ത് അഴകിന്റെ നിറമാണ്, എന്ത് ചരിതത്തിൻ കുടമാണ്, അലിനിധിയാണ് ഫാത്തിമ റളിയല്ലാഹ്, ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ. അവിടുന്ന് പടച്ച റബ്ബേ, ഒരു വേള അവിടുന്ന് കടന്നു പോവുകയാണ്. അലിയാർ തങ്ങളാണ് കടന്നു പോകുന്നത്. ആരുടെ മുമ്പിലെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകരുടെ മുമ്പിൽ ചെല്ലുമ്പോഴേക്ക് അവിടുന്ന് പറയുകയാണ്, റസൂലുള്ളാഹി ചോദിച്ചു, അലിയെ, എന്റെ ഫാത്തിമയെ പറ്റിയിട്ട് എന്തെങ്കിലും പരാതി പറയാനുണ്ടോ അലിയെ? ഉടൻ തന്നെ അലിയാർ തങ്ങൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയാ, യാ റസൂലല്ലാഹ്, അവിടത്തെയുടെ പൊന്നുമോള് സ്വർഗത്തിന്റെ റാണിയല്ലേ നബിയേ, പിന്നെങ്ങനെയാണ് അവരെ പറ്റി പരാതി പറയുന്നത്? പിന്നെങ്ങനെയാണ് അവരെ പറ്റി നൊമ്പരപ്പെടുത്തുന്നത്? പിന്നെങ്ങനെയാണ് അവരെ പറ്റി ആക്ഷേപിക്കുന്നത്? അതുകൊണ്ട് യാ റസൂലല്ലാഹ്, എനിക്കൊരു പരാതിയും ഇല്ല നബിയേ, അവളെ പറ്റി, ഫാത്തിമ ബീവിയെ പറ്റിയിട്ട് ഒരു പരാതിയും ഇല്ല നബിയേ. ഇത് ചോദിച്ചതിന്റെ അന്ന് രാവിലെയും എന്തോ രണ്ടുപേരും ചെറിയൊരു തമാശ പറഞ്ഞിട്ട് വഴക്കുണ്ടായിരുന്നു. ചെറിയൊരു തമാശ പറഞ്ഞിട്ട് അലിയാർ തങ്ങൾക്ക് വേണമെങ്കിൽ നേരെ ചെന്നിട്ട് മുസ്തഫ നബി തങ്ങളോട് പറയാം, ഫാത്തിമ ബീവി അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് നബി എന്ന് പറയാം. പക്ഷേ അവിടെ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഒന്നും മിണ്ടിയില്ല.
മിണ്ടാതങ്ങ് ഫാത്തിമ ബീവിക്ക് ഒരു പേടിയുണ്ടായിരുന്നു. അലിയാര് പോയത് എവിടത്തേക്കാണ്? മദീനയുടെ മുത്തിന്റെ അടുക്കൽ.